ആലപ്പുഴ ചെങ്ങന്നൂർ ആദി പമ്പയിലെ അശാസ്ത്രീയ ഖനനം കാരണം തീരം ഇടിഞ്ഞു താഴുന്നതായി പരാതി. തീരങ്ങളിൽ ശേഖരിച്ച മണലടക്കം നദിയിലേക്ക് പതിച്ച നിലയിലാണുള്ളത്. കനത്ത മഴയിൽ മണലൂറ്റി യന്ത്രമെത്തിച്ച് ഖനനം ചെയ്ത മണലടക്കം ആദിപമ്പയിലേക്ക് നിയന്ത്രണമില്ലാതെ ഒഴുകുകയാണ്. നിലവിൽ 200 മീറ്ററോളം ദൂരത്തിൽ തീരമിടിഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. മഴയിൽ മണൽ നഷ്ടപ്പെടുന്നതിനൊപ്പം അശാസ്ത്രീയമായ രീതിയിൽ മണലൂറ്റി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഖനനവും തീരമിടിയാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിലും കോയിപ്രം പഞ്ചായത്തിന്റെയും സമീപത്തുള്ള ഭാഗങ്ങളാണ് ഇടിഞ്ഞുപതിഞ്ഞത്. ഇടനാട് പള്ളിയോടക്കടവ് വരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ തീരമിടിച്ച് രൂക്ഷമാകുകയും നിലവിൽ ശേഖരിച്ച മണൽ പൂർണ്ണമായും നദിയിൽ പതിക്കുകയും ചെയ്യും. ഇതേ മണൽ കാലവർഷത്തിനു ശേഷം തിരികെ എടുക്കാൻ വീണ്ടും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കാൻ ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 60 വർഷക്കാലമായിട്ട് ഈ വരട്ടാറിന്റെ വാരസിക കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ മണ്ണെടുപ്പ ഇത്രയും ഇടിയാൻ കാരണം നേരത്തെ ഈ റിവർ മൗത്ത് എടുത്തു കഴിഞ്ഞതായത് ഇതിന്റെ സൈഡ് മൊത്തം വീണ്ടും മണലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക. അത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഉയരത്തില് മണ്ണ് വന്നെടുത്ത് കഴിഞ്ഞിട്ട് മണ്ണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ വെള്ളപ്പൊക്ക സമയത്ത് കണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകത്തേ ഉള്ളൂ. ഇതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സൈഡ് പിച്ചിങ്ങോ എല്ലാം കെട്ടിക്കഴിഞ്ഞാലേ ഇത് നിൽക്കത്തുള്ളൂ. അതാണ് ഞങ്ങൾ ഇരുന്നപ്പം തന്നെ ഇത് ശാക്കാണ്ട് ഇടിഞ്ഞിടിഞ്ഞ് പോവുക. കാലവർഷത്തിന് മുമ്പായി മണൽ യാർഡുകളിലേക്ക് മാറ്റാതിരിക്കുന്നത് അധികൃതരുടെ വീഴ്ചയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നിലവിലെ സാഹചര്യം തുടർന്നാൽ ഇടനാട്, മംഗലം, മേപ്രം, മഴുക്കീർ, തിരുവൻവണ്ടൂർ, ഇരമല്ലിക്കര എന്നീ പ്രദേശങ്ങളിലും തീരമിടിച്ചിലും മണ്ണൊലിപ്പും രൂക്ഷമാകും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.